ബ്രസീലിന് മിന്നും ചെയ്യും ദക്ഷിണാഫ്രിക്കയുടെ അട്ടിമറിയൊക്കെ തന്നെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. ഇനി റൗണ്ട് ഓഫ് 32 ഉറപ്പിക്കാൻ വമ്പൻ പോരാട്ടങ്ങൾ ഇനിയുമുണ്ട്. DEF ഗ്രൂപ്പുകളിലെ അവസാന റൗണ്ട് മത്സരങ്ങൾ ഇന്ന് നടക്കും. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. രാത്രി 1:30 ഈ ഗ്രൂപ്പിലെ 2 മത്സരങ്ങളുണ്ട്. ആദ്യം ജർമ്മനി ഇക്വഡോറിനെയും ഒപ്പം തന്നെ ക്യൂറസാവോ ഐവറി കോസ്റ്റിനെയും നേരിടും. 2 മത്സരങ്ങളും ജയിച്ച ജർമ്മനി മാത്രമാണ് നോക്കൌട്ടിലെത്തിയത്. മറ്റു 3 ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ഇനി രണ്ടാമതായി നടക്കാൻ പോകുന്ന മത്സരം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് എഫിലെ മത്സരങ്ങളാണ്. നെതർലൻഡ്സ് ടുണീഷ്യയെയും ജപ്പാൻ സ്വീഡനെയും നേരിടുന്നുണ്ട്. ഇനി നാളെ രാവിലെ 7:30 ഗ്രൂപ്പ് ഡിയിലെ മത്സരങ്ങളാണ്. അമേരിക്ക തുർക്കിയെയും പരാഗ്വേ ഓസ്ട്രേലിയയും നേരിടുന്നുണ്ട്. ഈ ടീമുകൾക്കും അടുത്ത ഘട്ടത്തിലേക്ക് മുന്നേറാൻ ജയം അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാ മത്സരങ്ങളും വളരെ നിർണായകമാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേരുന്നു. അക്ഷയ്, ആവേശം അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. ചിലരൊക്കെ തന്നെ റൗണ്ട് ഓഫ് 32ലേക്ക് ഇതിനകം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. മറ്റു ടീമുകൾക്ക് നിർണായകമാണ്. ഇത്തവണ മികച്ച 2ാം സ്ഥാനക്കാർക്ക് മാത്രമല്ല 8 മികച്ച 3ാം സ്ഥാനക്കാർക്ക് കൂടി റൗണ്ട് ഓഫ് 32ലേക്ക് മുന്നേറാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ തോറ്റാൽ പോലും പല ടീമുകളെയും നമ്മൾ അടുത്ത റൗണ്ടിൽ കണ്ടേക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഗോളടിച്ച് അവസരം ഒരുക്കാനായിരിക്കും ഈ ടീമുകൾ വരിക. എങ്ങനെയാണ് ഗ്രൂപ്പുകളുടെ അവസ്ഥ? ആവേശകരമാക്കുന്നത് ഇത് ഗ്രൂപ്പ് ഡിയിലെ സ്ഥിതിയാണ്. 2 മത്സരവും ജയിച്ച അമേരിക്ക ഇതിനോടകം തന്നെ അടുത്ത നോക്കൌട്ടിലേക്ക് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. അമേരിക്കയ്ക്ക് എതിരാളികളായി വരുന്ന തുർക്കിയാണ്. തുർക്കി ഇതിനോടകം പുറത്തായ ടീമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് വലിയ പ്രസക്തിയില്ല. പിന്നീടുള്ള ഓസ്ട്രേലിയ, പരഗ്വേ ടീമുകളാണ്. 2 ടീമുകൾക്കും 3 പോയിന്റ് വീതമാണുള്ളത്. അപ്പോൾ ആര് ജയിച്ചാലും അവർക്ക് നോക്കൌട്ട് ഉറപ്പിക്കാൻ, അഥവാ തോൽവിയോ അത് സമനിലയോ ആണെങ്കിൽ അവർ പുറത്താവുന്നില്ല. അവർക്കിനി ഈ ബെസ്റ്റ് ഏറ്റവും മികച്ച 3ാം സ്ഥാനക്കാരായി അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഗ്രൂപ്പ് ഡിയിലെ കണക്കെന്ന് പറയുന്നത്. അടുത്തത് ഇത് ഇപ്പോൾ നിലവിൽ അമേരിക്ക 1ാം സ്ഥാനത്ത്, ഓസ്ട്രേലിയ, പരഗ്വേ ടീമുകൾ 3 പോയിന്റ് വീതമായി നിൽക്കുന്നു. ഇതാണ് ഗ്രൂപ്പ് ഡിയിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഏറ്റവും ഇതുവരെ ഓസ്ട്രേലിയ പരഗ്വേ മത്സരം, അതിൽ ജയിക്കുന്നവർ തീർച്ചയായും അടുത്ത റൗണ്ടിലേക്ക് എത്തും. മറ്റു ടീമുകളുടെ ഫലം അവർക്ക് ആശ്രയിക്കേണ്ടി വരില്ല എന്നാണ് ഗ്രൂപ്പ് ഡിയിലെ കാഴ്ച. അനിൽ, ഇനി ഗ്രൂപ്പ് എഫിലെ കാഴ്ച കൂടി അറിയേണ്ടതുണ്ട്. എന്തായിരിക്കും അവിടെ അവസ്ഥ? ഗ്രൂപ്പ് എഫിലെ കാഴ്ചയാണ്. നെതർലാൻഡ്സ് ആണ് നിലവിൽ ഇപ്പോൾ 2 കളിയും നെതർലാൻഡ്സ് ജയിച്ചു. 4 പോയിന്റുമായി അവർ മുന്നിൽ നിൽക്കുന്നു. ജപ്പാൻ, സ്വീഡൻ, ഇത് ഈ ഗ്രൂപ്പിലാണ് ഏറ്റവും ടൈറ്റ് മത്സരം നടക്കുന്നത്. ഈ ഗ്രൂപ്പിലാണ് നെതർലാൻഡ്സ് 4 പോയിന്റ്, ജപ്പാൻ 4 പോയിന്റ്, അതോടൊപ്പം സ്വീഡൻ 3 പോയിന്റുമായി നിൽക്കുന്നു. നെതർലാൻഡ്സിന് എതിരാളികളായി വരുന്ന ടുണീഷ്യയാണ്. ടുണീഷ്യ ഇതിനോടകം തന്നെ പുറത്തായ ടീം. അതുകൊണ്ട് തന്നെ തീർച്ചയായും നെതർലാൻഡ്സ് ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നെതർലാൻഡ്സ് ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ. മറ്റൊരു മത്സരം വരുന്നത് ജപ്പാൻ, സ്വീഡൻ തമ്മിലാണ്. ജപ്പാന് 4 പോയിന്റും അതോടൊപ്പം സ്വീഡന് 3 പോയിന്റുമാണ് ഈ ഗ്രൂപ്പ് എഫിലുള്ളത്. അപ്പോൾ ഈ മത്സരം ആര് ജയിക്കുന്നുവോ അവർക്ക് കൃത്യമായി തന്നെ മറ്റു ടീമുകളുടെ ഫലത്തെ ആശ്രയിക്കാതെ തന്നെ അവർക്ക് നോക്കൌട്ടിലേക്ക് പോകാൻ സാധിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോൽവിയോ സമനിലയോ ആണെങ്കിൽ അവർ പുറത്താകുന്നില്ല. ഇത്തവണത്തെ ടീമുകളുടെ എണ്ണം വെച്ച് ഈ റൗണ്ട് ഓഫ് 32 എന്ന് പറയുന്നത് മികച്ച 3ാം സ്ഥാനത്ത് വരുന്ന മികച്ച 8 ടീമുകൾ കൂടെ എത്തുന്നുണ്ട്. ആ മികച്ച 8 ടീമുകൾ ഒന്നാവാൻ ഇപ്പോൾ നിലവിൽ ഈ കളി തോറ്റാൽ ജപ്പാനോ സ്വീഡനോ സാധ്യതയുണ്ട്. അതാണ് ഈ ഗ്രൂപ്പ് എഫിലെ കാര്യം എന്ന് പറയുന്നത്. നെതർലാൻഡ്സ് ഏകദേശം ഉറപ്പാക്കി, അവരുടെ ഗോൾ ഡിഫറൻസ് ഒക്കെ കണക്കാണ്. ജപ്പാനും അതേ അവസ്ഥയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ജപ്പാൻ ഒരു സമനില പോലും ജപ്പാന് മുന്നോട്ടുള്ള വഴി തുറക്കും. പ്രത്യേകിച്ച് ഏഷ്യൻ ശക്തരാണ് ജപ്പാൻ. കഴിഞ്ഞ തവണ അവർ ജർമ്മനിയൊക്കെ വിറപ്പിച്ച കാഴ്ചയുണ്ട്. അപ്പോൾ അതേ ഫോമിലാണ് നിലവിൽ ഇപ്പോൾ ഈ ജപ്പാൻ കളിക്കുന്നത്. അപ്പോൾ ജപ്പാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നെതർലാൻഡ്സും ജപ്പാനും മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. സ്വീഡന് ഇനിയും സാധ്യതയുണ്ട്. ആണ് ഗ്രൂപ്പ് എഫിലെ കാഴ്ച. ഈ ഗ്രൂപ്പ് ഇയിലേക്ക് വന്നാൽ 2 മത്സരവും ജയിച്ച് ജർമ്മനി ആധികാരികമായി തന്നെ നോക്കൌട്ടിലേക്ക് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നീടുള്ളത് ഐവറി കോസ്റ്റ്, ഇക്വഡോർ ടീമുകളാണ്. 2 മത്സരം വീതമാണ് എല്ലാ ടീമുകളും കളിച്ചത്. ഐവറി കോസ്റ്റ് 1 മത്സരം ജയിച്ച് 3 പോയിന്റ് ഉണ്ട്. ഇക്വഡോറിന് 1 പോയിന്റ് മാത്രമുള്ളത്. നാളെ നടക്കുന്ന മത്സരത്തിൽ ജർമ്മനിക്ക് ഇക്വഡോറാണ് എതിരാളിയായി വരുന്നത്. അതോടൊപ്പം ഐവറി കോസ്റ്റിന് ക്യുറസാവോയും. ഈ മത്സരം നോക്കൌട്ടിലേക്ക് എന്തെങ്കിലും സാധ്യത നിലനിർത്തണമെങ്കിൽ ഇക്വഡോറിനെ ജയിച്ചേ തീരൂ. ഓരോ സമനിലയോ തോൽവിയോ അവർക്ക് പുറത്തേക്കുള്ള വഴി തുറക്കും. അതോടൊപ്പം ജർമ്മനി ക്യുറസാവോ മത്സരം, ജർമ്മനി ആദ്യ കളിയിൽ ക്യുറസാവോയെ തോൽപ്പിച്ചാണ്. അവർക്ക് എതിരാളിയായി വരുന്നത് ഇക്വഡോറാണ്.
അപ്പോൾ ഇക്വഡോറിന് ഈ മത്സരം എന്തായാലും ജയിക്കണം. അടുത്ത രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് ഇതേ സമയം തന്നെ നടക്കുന്ന മത്സരം ഐവറി കോസ്റ്റിന് ക്യുറസാവയാണ് എതിരാളികൾ. ജയിച്ചെങ്കിൽ തീർച്ചയായും ഐവറി കോസ്റ്റ് മുന്നോട്ടുള്ള കാര്യങ്ങൾ എളുപ്പമാണ്, അവർക്ക് നോക്കൗട്ടിലെത്തും. പക്ഷേ സമനിലയൊക്കെ ആണെങ്കിൽ മറ്റ് ബെസ്റ്റ് ഓഫ് 8 വരണമെങ്കിൽ അവർക്ക് ഈ ഗോൾ ഡിഫറൻസ് ഒക്കെ അവർക്ക് അതിന് സഹായിക്കും. അപ്പോൾ ഐവറി കോസ്റ്റും ജർമ്മനിക്കാണ് നിലവിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് സാധ്യതയുള്ളത്. ജർമ്മനി ഉറപ്പിച്ചു കഴിഞ്ഞു. ഐവറി കോസ്റ്റിന്റെ കാര്യം ഈ മത്സരം കഴിഞ്ഞ് അറിയാൻ വേണ്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.